जिंदा है तो जिंदगी की जीत में यकीन कर, अगर कहीं है स्वर्ग तो उतार ला जमीन पर, तू जिंदा है। ഞാൻ വന്ന വെച്ചാലേ ഒരു കാര്യം പറയാനാ. പക്ഷേ ഞാൻ പറയുന്നത് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചേക്കല്ല. നിങ്ങളെ മോളെ പറ്റില്ല. നിങ്ങളെ മോള് നാടൻ കളിച്ച് നടക്കുന്ന ഞങ്ങൾക്കറിയില്ല. ആ കളിക്കുന്ന ദാസനെ പറ്റിട്ടാ. ആ ഞാൻ ഓളോട് പറഞ്ഞു നോക്കി, ഇറ്റോള് നമ്മളെ കത്തിക്കാരൻ നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ ഓളോട് പറഞ്ഞ് മനസ്സിലാക്കി നിർത്തിക്കുന്നതാണെന്നല്ലേ. അല്ല അമ്മ നമ്മളെ വഴി നോക്കുവേ. കാര്യം മനസ്സിലായല്ല. നിങ്ങൾ ഓളോട് പറഞ്ഞ നിങ്ങൾക്ക് കൊള്ളാം. ഞാൻ പറയേണ്ടതും പറഞ്ഞു. ഞാൻ പോന്നു വയസ്സുകാരനൊന്നും പറഞ്ഞേ. നാടകത്തിന്റെ പ്രശ്നം ഇനിയും തീർന്നില്ലേ? നീ പോയിക്കോ. ഞാനേറ്റ് എന്താ അതിന്റെ പ്രശ്നം? ആരെങ്ങനെയും പറഞ്ഞില്ലേ? ഫാത്തിമ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഓൾ എന്തിനെ കുറിച്ചാ നാടകം കളിക്കുന്നതെന്ന് നിനക്കറിയോ? ആ ഗാസറ്റ് ഇപ്പത്തെ അവസ്ഥ എന്താ നിനക്ക് വല്ല ബോധണ്ടാ? നമ്മളെ മോളെ പ്രായമുള്ള മക്കളെ വെടിവെച്ച് കൊല്ലേന്ന്, ചെറിയ കുഞ്ഞുങ്ങള് മരിച്ചു വികേന്ന്. എന്തിനാ മരിക്കുന്ന പോലും അറിയാണ്ടാന്ന് മരിച്ചു വികന്ന്. അതിനെപ്പറ്റി ഇട്ടപ്പിള്ളേർക്കൊന്നും ഒരു ബോധവും ഇല്ല. അപ്പോഴാണ് നമ്മളെ മോളെ അതിനെപ്പറ്റി നാടകം കളിക്കുന്നത്. അപ്പൊ നീ ഓളെ കലമ്പേ വേണ്ടേ? നമ്മ അഭിമാനിക്കല്ലേ വേണ്ടേ? നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞോട്ടെ, ഓള് നാടകം കളിക്കും ചെയ്യും. ഇവിടെ ഒരു കൊയ്പും ഉണ്ടാവാനും പോകുന്നില്ല.
എന്തിന്? ദൈവത്തിന്റെ വാക്കത്തെ ഭൂമിക്ക് വേണ്ടി. നിയമവിരുദ്ധമാണ്. ശവങ്ങളൊക്കെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെതാണ്. മാറിപ്പോ, ഇല്ലെങ്കിൽ വെടിവെക്കും. ശവങ്ങൾക്ക് രാജ്യങ്ങളില്ല, പേരുകളില്ല. പേരുകളും ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ നിയമം ലംഘിക്കരുത്. മരിച്ചിട്ട് പോലും മണ്ണിനടിയിൽ കിടക്കുന്ന ഈ ശവങ്ങൾ പോലും സുരക്ഷിതരല്ല. വീണ്ടും നിങ്ങൾ അവരെ കൊല്ലുന്നു. കത്തിയെറിയുന്ന ഗതിയുടെ പുകളിൽ ഞങ്ങളുടെ കരച്ചിലും വേദനകളും കൊട്ടിയടക്കപ്പെടുന്നു. ഞങ്ങൾ പഠിച്ച സ്കൂളുകളിൽ, ആശുപത്രികളിൽ, പൂന്തോട്ടങ്ങളിൽ ഞങ്ങളുടെ പാലസ്തീൻ പായുന്ന വെടിയുണ്ടകളിൽ ചോരയിൽ കത്തിയെരിയുന്നു. ഈ മണ്ണിന്റെ അതിർത്തി ഒരു ബോർഡ് കാണാം. അന്നത്തെ ഭൂമിയിലേക്ക് അന്യർക്ക് പ്രവേശനമില്ല. മോളെ, ഞാൻ നിന്നെ ഇത് വാക്കത്തെ ഭൂമിയല്ല കുഞ്ഞെ. തോക്കുകൂടെയും മിസൈലുകളെയും ഞങ്ങളുടെ രക്തത്തിന് വീനിന്റെ മധുരമല്ല. ചുവപ്പ്, കട്ട ചുവപ്പ്, ചുവന്ന ചോര പടരുകയാണ് തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്ക്. ഇവിടെ മരിച്ച മനുഷ്യരുടെ നിഴലുകൾ കൊണ്ട് നിറയുകയാണ് പലസ്തീൻ ജനത. പേരുകൾ തുടരുകയാണ്. ടീം ക്ലാപ്പ്. ഒന്നും കൂടി ചെയ്യാം. വേണ്ട, എല്ലാവരും പെർഫെക്റ്റ് ആയി. എന്നെ നമുക്ക് പിന്നെ ചെയ്താ പോലെ. എടാ, നിനക്കില്ലേ ഡ്രാമയിൽ അഭിനയിക്കാൻ നീ കുഴപ്പമുണ്ടോ? അതെന്ത് നീ ഇപ്പൊ അങ്ങനെ ഇരിക്കാൻ കാരണം? അത് നിന്റെ അന്ന് നിന്റെ വീട്ടുകാരെല്ലാം വന്നിട്ട് ഡ്രാമക്കാരെ ചെയ്തൂടാ, അത് തെറ്റാന്ന് ഭീഷണിപ്പെടുത്തുന്നത്. നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, നീ ഡ്രാമ ഒന്നും നടക്കൂല. നിർത്തിക്കോ, ഇപ്പൊ നിർത്തിക്കോ. ഇല്ലെങ്കിൽ കേട്ടി, ഒന്നും നടക്കൂല. ഞങ്ങൾ ഇവിടെ നിൽക്കുകയും ചെയ്യും. നീ കണ്ടോ? നിന്നോടൊക്കെ പലതവണ പറഞ്ഞതാ. നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനില്ലേ? ഒന്നും പറയാനില്ലേ?